ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തുള്ള റിപ്പോർട്ടാണെങ്കിൽ കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ സമാനമായി കാണാം. എന്താണെന്നല്ല, ഈ പോലീസ് കേസുകളിൽ അകപ്പെട്ട വാഹനങ്ങൾ കൂട്ടിയിട്ട സ്ഥലം കാട് കയറി ക്ഷുദ്രജീവികളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ്. മലപ്പുറം കൊളത്തൂർ നിവാസികൾക്ക് ജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ്. തൊട്ടടുത്ത വീടുകളിലും വിഷപ്പാമ്പുകൾ എത്തുന്നത് പതിവ് സംഭവമായി മാറിയിട്ടുണ്ട്. വരെ കളിസ്ഥലമായിരുന്നു. പിന്നീടാണ് സ്ഥിതി മാറിയത്. പല കേസുകളിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ കൊണ്ടിടാനുള്ള സ്ഥലമായി ഇത് മാറി. മാരക വിഷങ്ങളുള്ള ജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണിപ്പോൾ ഇത്. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് പഞ്ചായത്തിലാണ് കൊളത്തൂർ. വാഹനങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്തെ ശവപ്പറമ്പ് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്നത്. മലമ്പാമ്പും അണലിയും കുറുക്കനുമൊക്കെ ഭീഷണിയാകുമ്പോൾ മറ്റൊരു പേരും ഇതിന് ചേരുകയുമില്ല. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും നോ രക്ഷ. ഇത്രയൊക്കെ നടന്നിട്ട് ആകെ ഒരു 10-20 വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് കൊണ്ടുപോയിട്ടുള്ളത്. മലമ്പാമ്പ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മിഞ്ഞാന്ന് കണ്ട് വളരെ വലിയൊരു മലമ്പാമ്പാണ്. പിന്നെ അണലി, കുറുക്കൻ, അതുപോലെ തന്നെ ക്ഷുദ്രജീവികളുടെ അഴിഞ്ഞാട്ടമാണ്. അപ്പോൾ നിങ്ങൾ രാത്രിയൊന്നും നമുക്കിത് കൂടെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് റോഡ് കിടക്കുന്നുണ്ട്. ഇതിലൂടെയാണ് ഈ കുട്ടികൾ പോകുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ് കൊളത്തൂർ NHS സ്കൂള്. അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും ഇതിലൂടെ സ്വതന്ത്രമായി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വേറെയുമുണ്ട്. താമസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റു വീട് വെച്ച് മാറിയവർ അനേകം. എനിക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടുന്ന് പുതിയ വീട് വെച്ച് ഞാൻ പോയി. എന്നും ഇഴജന്തുക്കളും കണി കണ്ട ആൾക്കാർ, കള്ളന്മാർ, പിന്നെ പ്രകൃതിയായിട്ട് കണി കണ്ട ഓരോ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ്. പരാതിയുമായി അധികൃതരെ സമീപിച്ചപ്പോൾ ഇതിനു പകരം മറ്റൊരു സ്ഥലം ജനങ്ങൾ കണ്ടുപിടിച്ചു നൽകണമെന്നായിരുന്നു മറുപടി. മണൽ പിടിച്ച വണ്ടികൾ, കല്ല് പിടിച്ച വണ്ടികൾ, അതൊക്കെ അവിടെ കൊണ്ടുപോയിടാൻ തുടങ്ങിയത്. നമ്മൾ ആ സമയത്ത് ഒരു പിക്കറ്റിംഗ് നടത്തി. MLA അലിയായിരുന്നു ഒന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖേന ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ അവരൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഈ പഞ്ചായത്തിൽ വേറൊരു സ്ഥലം കാണിച്ചു തന്നാൽ നമ്മൾ അവിടെ കൊണ്ടുപോയിടാമെന്നാണ്. നമ്മൾ ഈ സ്ഥലം എവിടുന്ന് കണ്ടുപിടിക്കും? ജനങ്ങളെ എവിടുന്നാണ് കണ്ടുപിടിക്കുക? അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ ഇടപെടാൻ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്ന കാലം വരെ കാത്തിരിക്കരുത്. എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചതിന് ശേഷം മാത്രം ഇടപെടുന്നത് ക്രൂരതയാണ്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പോലീസ് സ്റ്റേഷനിലെ ഈ കാട് പിടിച്ച വണ്ടികൾക്കിടയിൽ നിന്ന് ജീവികളെല്ലാം, അതും ഈ പറയുന്ന പോലെ വിഷപ്പാമ്പുകൾ അടക്കമുണ്ട്, അതെല്ലാം വീടുകളിലേക്ക് കയറി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രദേശവാസികൾക്കും ചിലത് പറയാനുണ്ട്. അതിലേക്കാണ് ഇനി. ഞാൻ പറയും, പഞ്ചായത്ത് മേലത്തട്ടിലേക്ക് അറിയിച്ചിട്ട് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. 10 വർഷത്തോളമായി മുൻ മെമ്പറായിരുന്നപ്പോഴും അവരും ഇടപെട്ടിട്ടുണ്ട്. അപ്പം ഞാനും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മളിത് താൽക്കാലിക ഒരു പൊന്ത വെട്ടാനുള്ളതും അതും ഇതൊക്കെ മേലത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അമ്പലത്തേക്ക് പോകുമ്പോൾ ദീനതായിട്ട് ഞങ്ങൾ മറ്റേ വഴി കൂടെ പോണത്. അവിടെയും നിറച്ചും ഇതേമാതിരി പൊന്തയും കാട് തന്നെയാണ്. ഇതിലുള്ള ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഹൈലി പോയിസൺ ആണത്. അപ്പോൾ ഇതിൽ മഴ പെയ്യുമ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇവിടുത്തെ കുടിവെള്ളം സ്രോതസ്സിനെയാണ് അത് നശിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് കുടിവെള്ളം. ഈ കുടിവെള്ളം മലിനമാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വേറെ ഒരു കാര്യം. എൻ്റെ പേര് ജമീല. കട ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഒരു ദിവസം വന്നപ്പോൾ അങ്ങനെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 2 ദിവസം തുറന്നിട്ടില്ല. പിന്നെ വരുമ്പോൾ അത് തുറക്കുമ്പോൾ ഒരു പേടിയാണ്, അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ അല്ലേന്ന് അറിയാതെ ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് ഇവിടെ തള്ളുകയാണ്. അപ്പോൾ തൊട്ട് പരിസരവാസി എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റായാലും ജീവികൾ ചത്തതായാലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവിടെ തള്ളാം എന്നുള്ളൊരു സൗകര്യം ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ മൂർക്കനാട് പഞ്ചായത്തിനോടും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന് ചുറ്റുവട്ടത്തും ക്യാമറ വയ്ക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.